അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച സംഭവമാണ് നമ്മൾ ഈ കക്കാടംപൊയിൽ തോണിക്കടവ് ആ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെ ഒരു ഇത് പോകണമെന്ന്. ഞാൻ പോയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഇത് ഫസ്റ്റ് മുതൽ ഇങ്ങനെ പോകണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കക്കാടംപൊയിൽ ദൂരത്തെ വിടും ഇതാണ്, ബാക്കിയുള്ള 3 സ്ഥലവും ഒരേപോലെയാണ് ഉള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കക്കാടംപൊയിൽ പോവാം. കക്കാടംപൊയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കഴിച്ചത് സർക്കുലർ, ഇതാ ഈ സർക്കുലറാണ് സംഭവം. അപ്പോൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് കക്കാടംപൊയിൽ പോവാം. കക്കാടംപൊയിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കക്കാടംപൊയിൽ എത്തിയിട്ട് കക്കാടംപൊയിലാകുമ്പോൾ സമയമില്ല. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പം അവിടെ കയറണം വെച്ചാൽ സമയമില്ല, അവിടെ എത്ര വെച്ചാലും കയറാം. ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെയല്ല. 9 AM to 5 PM വരെ 5 മണി വൈകുന്നേരം 5 മണി വരെയാണ് സാധാരണ അവിടെ മറ്റുള്ള സ്ഥലങ്ങൾ. അതായത് കരിയാത്തുംപാറ, തോണിക്കടവ്, കക്കയം ഡാം, ആ 3 സ്ഥലത്ത് അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കക്കാടംപൊയിൽ പോകുക. അത് വേറെ സ്ഥലത്ത് അതിനെ കൊണ്ട് അവിടെ നിന്ന് നേരിട്ടിട്ട് കരിയാത്തുംപാറ കൊടുക്കുക. പിന്നെ കിലോമീറ്ററൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതി കാണിച്ചു കൊടുക്കട്ടെ ഗൈസ്. ഒക്കെ കിലോമീറ്റർ സമയമൊക്കെ ഞാൻ എഴുതി കാണിച്ചു കൊടുക്കാം, നിങ്ങൾ മറന്നു പോകണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കക്കാടംപൊയിൽ പോവുക. കക്കാടംപൊയിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇത് അവിടെ തുറന്നതായതുകൊണ്ട് അങ്ങനെ കക്കാടംപൊയിൽ പോവുക. പിന്നെ കരിയാത്തുംപാറ പിടിക്കുക. കക്കാടംപൊയിൽ വേറെ സ്ഥലത്ത് അതിനെ കൊണ്ടാണ് പ്രശ്നം. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ അത് അങ്ങനെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകുക. അതാകുമ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ച് കോഴിക്കോട്ടേക്കാണ് തിരിച്ച് വരാം. അപ്പോൾ പിന്നെ കരിയാത്തുംപാറ പിടിക്കുക, പിന്നെ തോണിക്കട പിടിക്കുക. അപ്പോഴത്തേക്ക് ഫുഡിൻ്റെ സമയമൊക്കെ ആവും. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് സമയം കണക്കാക്കിയിട്ടൊക്കെ പോവുക. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പോയത് ഗൈസ്. പിന്നെ തോണിക്കടവ് പോയി, പിന്നെ കക്കയം ഡാം, നമ്മളെ കോഴിക്കോടിൻ്റെ ഡാം, കക്കയം ഡാം അത് കാണണം. പിന്നെ വയലടയിലും ഇതേപോലെ തന്നെയാണ്. വയലട വ്യൂ പോയിന്റ് എന്ന് പറയുക. വയലടയിലും ഇങ്ങനെ തന്നെയാണ്. എപ്പോൾ വെച്ചാലും പോവുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കക്കാടംപൊയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അവിടെ കുരിശുമല ഉണ്ട്. അതൊരു കാണേണ്ട കാഴ്ച, അടിപൊളി സംഭവമാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.